ഹായ്, നമ്മുടെ കാദർ കരിപ്പടി നട്ടാൽ മുളക്കാത്ത ഒരു പുതിയ നുണയുമായി വന്നിട്ടുണ്ട്. എൻ്റെ പൊന്ന് കാദറെ, ആൽഫിയുടെ കുൽഫി നക്കാനും നുണ പറയാനും അല്ലാണ്ട് നിന്റെ തൊള്ള തുറക്കൂല എന്നുള്ളത് 100-110% ഇപ്പം ഞങ്ങൾക്ക് എനിക്ക് ജാമ്യം നിഷേധിക്കാനായിട്ട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ബൈൽ കിട്ടുമായിരുന്നു. അത് എനിക്ക് CJM കോർട്ടിൽ, അതായത് നമ്മളൊരു പൗരത്വ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കേസുണ്ട്. ആ കേസിൽ എല്ലാ പ്രതികളെയും വെറുതെ വിട്ടിട്ടുണ്ട്. അപ്പം അതിൽ എനിക്ക് ഹാജരാകാൻ പറ്റിയില്ല ഈ കേസ് എടുത്തതുകൊണ്ട്. അപ്പം എനിക്കവിടെ വാറൻ്റായി. സോ മറ്റൊരു കോടതിയിൽ വാറൻ്റ് നിൽക്കുന്ന ഒരാൾക്ക് മുൻകൂർ കൊടുക്കാനാവില്ല. അത് ക്ലിയർ ചെയ്താൽ മുൻകൂർ കൊടുക്കാം എന്നതായിരുന്നു, അല്ലെങ്കിൽ ഒരു സറണ്ടറെങ്കിലും എനിക്ക് കിട്ടുമായിരുന്നു ഹൈക്കോടതിന്. അപ്പം അത് കിട്ടാത്തതിൻ്റെ റീസൺ ഇതാണ്. അപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പറയുന്നത് എന്താ, പൗരത്വ സമരത്തിനെതിരെ സമരം ചെയ്തത് കൊണ്ട് ഒരു വാറന്റ് എനിക്കെതിരെ നിലനിൽക്കുന്നുണ്ട് എന്നാണ്. എന്ന കള്ള ബഡുവ അല്ലെങ്കിൽ നുണയനായ കാദറെ, നിന്റെ പേരിൽ വാറന്റ് നിലനിൽക്കുന്നതും ഹൈക്കോടതി കണ്ടെത്തിയതും മറ്റൊരു കേസിനാണ്. ചെങ്കള ഗ്രാമത്തിൽ റഫീഖ് എന്ന് പറയുന്ന ഒരു പയ്യനെ RSSകാർ അല്ലെങ്കിൽ ഹിന്ദുക്കൾ ചേർന്ന് തല്ലിക്കൊന്നു എന്ന് വ്യാജ പ്രചരണം നടത്തി നാട്ടിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലിട്ട FIRൽ അത് വാറന്റായി. എങ്ങനെ വാറന്റായി? കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം നീ അവിടെ ഹാജരാവാത്തത് കൊണ്ട് നിനക്ക് വാറന്റ് ഇഷ്യൂ ചെയ്ത്. അതെങ്ങനെ പൗരത്വ സമരത്തിനെതിരെയുള്ളതായി മാറും? തൊള്ള കൊണ്ട് ഇതുപോലെ നെറികെട്ട നുണകൾ മാത്രമല്ലാണ്ട്, നട്ടാൽ മുളക്കാത്ത നുണകൾ മാത്രമല്ലാണ്ട് നിന്റെ വായിന്ന് വരൂല എന്നുള്ള പണ്ടേ എനിക്കറിയാം. ഇപ്പോഴും നീ അതേ ആവർത്തനമാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സഹദ് എന്ന് പറയുന്ന പയ്യന് നീ അയച്ചു കൊടുത്ത വോയിസില്ല, അയ്യോ പൗരത്വ സമരത്തിനെതിരെ സമരം, നീ ആരാ? ഗാന്ധിജി അല്ലേ? കണ്ണി കണ്ടുള്ള അല്ലാത്ത അമ്മാടത്തിന് ചെയ്ത് തൊള്ള തുറന്ന് നുണ നാട്ടിൽ ലഹളയുണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് കാദർ കരിപ്പടി നിന്റെ പേര്. ഈ FIR ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഈ പറയുന്നത് എന്താണ്, എല്ലാ ഇതിലാകെ പ്രതിയായിട്ടുള്ള നീ മാത്രമാണ് ഈ കേസിൽ, മനസ്സിലാവില്ല. അതിൽ എല്ലാ പ്രതികളെ ചാർജ് ഫ്രെയിം ചെയ്തൊക്കെ ഇപ്പം നിന്നെ വെറുതെ വിട്ടോ കോടതി? കൊള്ളാലോ. ഇതെന്താ, കാദർ കരിപ്പടിന്റെ തറവാട്ടിലാണോ കോടതി ഉണ്ടാക്കുന്നത്? എടാ, ഇതുപോലത്തെ നുണകളുമായി വരുമ്പോൾ പൊളിക്കാനാടാ ഞങ്ങൾ ഇവിടെ ഉള്ളത്, മനസ്സിലായല്ലോ. ആദ്യം നമുക്ക് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം. അതായത് ഈ അഹദ് എന്ന് പറയുന്ന പയ്യനെ ഇവൻ ആക്രമിക്കുന്നത് 27-ാം തീയതിയാണ്. എന്നാൽ ഇവന് വാറന്റ് ഇഷ്യൂ ചെയ്യുന്നത് 8-ാം തീയതിയും. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതിനു മുന്നേ ഒരു വാറന്റ് നിലവിൽ നിൽക്കുന്ന ഒരു പ്രതിയാണ്. അതായത് എങ്ങനത്തെ ഒരു പ്രതി നിങ്ങൾ നോക്കണം. നമ്മുടെ മനുഷ്യര് സഹോദര്യത്തോടെ കഴിയുന്ന ഈ നാട്ടിൽ ലഹളയുണ്ടാക്കി മതങ്ങളെ തമ്മിലടിപ്പിച്ച് പണം കൊയ്യാനും പെണ്ണ് പിടിക്കാനും മാത്രം അവസരം ഉണ്ടാക്കുന്ന കാദർ കരിപ്പടിക്കെതിരെ എടുത്ത കേസ്. അത് കേസെടുത്ത സമയത്ത് ഓഫീസ് പൂട്ടി ഓടിയ ചരിത്രമൊക്കെ ന്യൂസിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, കാദർ എന്ന് പറയുന്ന നെറികെട്ടവൻ, തന്തയില്ലാത്തവൻ എത്രമാത്രം വലിയൊരു നുണയനാണ് എന്നുള്ളത്. കാദർ കരിപ്പടി, എനിക്ക് നിന്നോട് പറയാനുള്ളത്, എല്ലാ കാലവും നുണകൾ കൊണ്ട് കൊട്ടാരം ചെയ്ത് അതിൻ്റെ ഉള്ളിൽ സുഖവാസത്തിനിരിക്കാമെന്ന് നീ കരുതണ്ട. നിനക്കെതിരെ തുറന്നടിക്കാൻ നീ പുറത്തുവിടുന്ന ഓരോ കള്ളത്തരങ്ങളും ഓരോന്നായിട്ട് പൊളിച്ചടക്കാൻ ഞങ്ങളിവിടെ ഉണ്ടാവും. പിന്നെ എന്താണ്, നിനക്ക് മുൻകൂർ ജാമ്യത്തിന് യാതൊരു അർഹതയുമില്ല എന്നാണ് ഹൈക്കോടതി കണ്ടത്. സ്ഥിരം കുറ്റവാളി, ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ അറിയപ്പെടുന്നു. പിന്നെ നിനക്ക് ജാമ്യം തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വാദിക്കാരന് പോലും ജീവന് ഭീഷണി ഉണ്ടാവുന്ന രീതിയിലാണ് നിന്റെ പ്രവർത്തനങ്ങൾ. അതൊക്കെ കണക്കാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി നിന്റെ ജാമ്യം തള്ളിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതുപോലത്തെ നട്ടാ മുളക്കാത്ത നുണയും ഇതൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്ന കുറച്ച് മലവാണങ്ങൾ നിന്റെ കൂടെ കാസർഗോഡ് ജില്ലയിലുണ്ടായിരിക്കും. എല്ലാവരും അങ്ങനെയല്ല, മനസ്സിലാക്കില്ല. നീ അങ്ങനെ ഒരു നുണ പറയുമ്പോൾ അത് പൊളിച്ചെടുക്കാനാണ് ഞാനും ഇവിടെ യൂട്യൂബ് ചാനലും മറ്റും തുറന്നാണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ശരിക്കും നീ എന്താണെന്നും എങ്ങനെയാണെന്നും മനസ്സിലാക്കാൻ നീ ഒരൊറ്റ വോയിസ് മതി കാദർ കരിപ്പടി. ഓക്കെ, അപ്പൊ ശരി, ടാറ്റാ.